അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. വിശുദ്ധ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ചിരിക്കുന്ന നിയന്ത്രണങ്ങൾ എന്താണ് എന്ന് നാം മനസ്സിലാക്കുകയുണ്ട്. എത്ര ആഹാരം നാം കുറച്ച് കഴിക്കാൻ തയ്യാറാകുന്നോ അതിനനുസരിച്ച് നമ്മളുടെ ഹൃദയത്തിന് പ്രകാശമുണ്ടാവുകയും ഈമാനിൽ ശക്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ നന്മകൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് മുൻഗാമികളായ ആളുകൾ റമളാനിൽ രാത്രി കാലങ്ങളിൽ കൂടുതൽ സമയം അള്ളാഹുവിൻ്റെ ഇബാദത്തിലായിട്ട് കഴിച്ചുകൂട്ടാൻ അവർക്ക് അവസരം കിട്ടിയത്, അവർക്കത് സാധ്യമായത്. മുൻഗാമികളുടെ എല്ലാം പതിവ് റമളാൻ അവർക്ക് ഇബാദത്തിൻ്റെ സീസണായിട്ട് അവർ കണക്കാക്കിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ കൂടുതൽ ചെയ്ത് അള്ളാഹുവിൻ്റെ സാമീപ്യം കൂടുതൽ കരസ്ഥമാക്കാനുള്ള അവസരമായി അവർ ഉപയോഗിച്ചിരുന്നു വിശുദ്ധ റമളാനിനെ. അങ്ങനെയാണ് അല്ലാഹു തആല അവർക്ക് റമളാൻ നൽകിയതും. അതിനെ അവർ ഉപയോഗിച്ചു, സീസണായി കണക്കാക്കി. അവർക്ക് ഇബാദത്തിൻ്റെ സീസണായിരുന്നു. അതുകൊണ്ട് അവർ കൂടുതൽ ഇബാദത്ത് ചെയ്തു. ഏത് കാര്യങ്ങളും അതാതിൻ്റെ സീസണിലാണല്ലോ കൂടുതലായി ചെയ്യുന്നത്. ഇന്ന് നാം റമളാൻ എന്ന് പറയുന്നത് നമുക്ക് വേറെ പലതിൻ്റെയും സീസണാണ്. ധാരാളമായ നിലയിൽ വിശിഷ്ടമായ ആഹാരങ്ങൾ കഴിക്കുന്നതിൻ്റെ സീസൺ. കച്ചവടക്കാർക്കാണെങ്കിൽ റമളാനിൻ്റെ പേരിൽ പലതരത്തിലുള്ള കച്ചവടങ്ങൾ ധാരാളമായി ചെയ്ത് ആ കച്ചവടത്തിന് വേണ്ടി കൂടുതൽ സമയം വിനിയോഗിക്കുന്ന സീസൺ. റമളാൻ അല്ലാത്ത കാലങ്ങളിൽ എത്ര സമയം കച്ചവടത്തിൽ കടയിൽ ചെലവഴിച്ചോ അതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സീസൺ. മറ്റ് വ്യാപാരങ്ങളിലും മറ്റ് തൊഴിലുകളിലുമെല്ലാം ഒഴുകുന്ന ആളുകൾ കൂടുതലായിട്ട് തൊഴിൽ ചെയ്യുന്നതിന് തീരുമാനിച്ചിരിക്കുന്ന സമയം. ഏതെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളിലോ കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം തൊഴിലായിട്ട് ജോലിക്ക് നിൽക്കുന്ന ആളുകൾ സാധാരണ നിലയിൽ രാവിലെ 10 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് കടയിൽ പോയി വൈകുന്നേരം 7 മണി 6 മണിയൊക്കെ ആകുമ്പോൾ കട അടച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു, മടങ്ങുമായിരുന്നു. അതാണ് ജോലിക്കാരുടെ അവസ്ഥയെങ്കിൽ റമളാൻ ആകുമ്പോൾ രാവിലെ വന്ന് കട തുറന്നാൽ വൈകുന്നേരം നോമ്പ് തുറക്കുന്നതിനുള്ള ഏർപ്പാടുകൾ കടയുടെ ഉടമസ്ഥൻ തന്നെ അവർക്ക് ചെയ്തു കൊടുത്ത് തൊഴിലാളികളെ അവിടെ തന്നെ നിർത്തി രാത്രി 10 മണി 11 മണി വരെ എല്ലാം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന സീസണായിട്ടാണ് ഇന്ന് നമ്മളുടെ എല്ലാം റമളാൻ മാറിയിരിക്കുന്നത്. എല്ലാവരും ഏത് മേഖലയിൽ ഏത് തൊഴിലിൽ ബന്ധപ്പെട്ടവരാണെങ്കിലും അവർക്കെല്ലാം റമളാനിൽ ഭൗതികമായ നേട്ടങ്ങൾ കൂടുതൽ നേടാനുള്ള ഒരു അവസരമായിട്ട് അവർ വിനിയോഗിക്കുകയാണ്. അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുകയാണ് ഇന്നത്തെ പതിവ്. യഥാർത്ഥത്തിൽ അല്ലാഹു തആല റമളാൻ ഇബാദത്തിൻ്റെ സീസണായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. പകൽ മുഴുവൻ നോമ്പ്, ആ നോമ്പോട് കൂടിയുള്ള ഇബാദത്തുകൾ, ഫർളായ ഇബാദത്തുകൾക്ക് പുറമെ നഫ്ലായ ധാരാളം ഇബാദത്തുകൾ. നഫ്ലായ ഇബാദത്തുകൾ കൂടുതൽ ചെയ്യുന്നത് മുഖേന മനുഷ്യന് പ്രതിഫലങ്ങൾ കൂടുതൽ അള്ളാഹു വാഗ്ദാനം ചെയ്ത് അത് ചെയ്യിപ്പിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. മനുഷ്യൻ പകലെല്ലാം നോമ്പോട് കൂടിയുള്ള ഇബാദത്തുകൾ കൂടുതലായി ചെയ്ത് ഖുർആനിൻ്റെ പാരായണം, ഖുർആൻ പഠിക്കൽ, ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കൽ, കേൾക്കൽ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മനുഷ്യൻ സമയം ചെലവാക്കുന്നു റമളാനിൻ്റെ പകലിൽ. രാത്രിയായാൽ പിന്നെ മനുഷ്യൻ ഇബാദത്തിലാണ്. മഗ്‌രിബ് നമസ്കാരം, ശേഷം നവാഫിലുകൾ, പിന്നെ ഇശാ നമസ്കാരം, അതിനുശേഷം തറാവീഹ് നമസ്കാരം. തറാവീഹ് നമസ്കാരത്തിൽ മനുഷ്യൻ സന്തോഷത്തോടെ സമാധാനത്തോടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമ് കേട്ടുകൊണ്ടിരിക്കുന്നു. ഖുർആൻ ഷരീഫ് സമാധാനമായി മനസ്സിനെ ഇണങ്ങുന്ന തരത്തിൽ ആനന്ദത്തോടു കൂടി നിന്ന് കേൾക്കുകയും നമസ്കാരത്തിൽ മുഴുകുകയും ചെയ്യുന്നു. അതിനുശേഷം വിത്ർ നമസ്കാരം. പിന്നെ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ഇബാദത്തിൽ ഖുർആൻ പാരായണത്തിലോ തസ്ബീഹുകളിലോ ദിക്റുകളിലോ ഒക്കെയായി കഴിഞ്ഞുകൂടുന്നു. അത്യാവശ്യത്തിന് കുറച്ച് സമയം വേണമെങ്കിൽ വിശ്രമിക്കുന്നു. ഇബാദത്തുകൾ ചെയ്ത് ക്ഷീണം വന്ന് ആ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടി മനുഷ്യൻ വിശ്രമിക്കുകയും പിന്നീട് ഇബാദത്തിലേക്ക് മുഴുകാൻ തീരുമാനിക്കുകയും ചെയ്ത് അവൻ ഉറങ്ങുന്ന ഉറക്കം പോലും അവനൊക്കെ ഇബാദത്തായിട്ട് മാറുന്നു. അതിനുശേഷം ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അവൻ രാത്രി നമസ്കാരം, തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നു. പിന്നെ അത്താഴം കഴിക്കുന്നു. പിന്നെ സുബഹിയാകുമ്പോൾ സുബഹിക്ക് മുമ്പ് തന്നെ അവൻ തിലാവത്തിലായിട്ടും ഖുർആൻ പാരായണത്തിലും ദിക്റിലുമായിട്ട് കഴിയുകയും സുബഹി നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നു. റമളാനിൽ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മനുഷ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇതെല്ലാം ഈമാനിൻ്റെ അടയാളം.
ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സീസണായി അള്ളാഹു താല നൽകിയിരിക്കുന്ന റമദാനിനെ നാം ഭൗതികമായ മറ്റു പല നേട്ടങ്ങളുടെയും സീസണായി ഉപയോഗിച്ച് റമദാനിനെ യഥാർത്ഥത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നഷ്ടപ്പെടുത്തുന്ന നമ്മൾ വലിയ ഭാഗ്യദോഷികളാണ്. നമുക്ക് നാളെ ആഖിറത്തിൽ റമദാൻ മുഖേന നേടാൻ അള്ളാഹു തആല വെച്ചിരിക്കുന്ന നന്മകളെ മുഴുവനും, നേട്ടങ്ങളെയും പ്രതിഫലത്തെയും മുഴുവനും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നവരായിട്ടാണ് നമ്മളുടെ റമദാനിനെ നമ്മൾ കഴിച്ചുകൂട്ടുന്നത്. ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കി പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് എപ്പോഴും അള്ളാഹുവിൻ്റെ തഖ്വായിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കണം. അതിന് നിങ്ങൾ റമദാനിനെ വിനിയോഗിക്കണമെന്ന് റമദാനിൻ്റെ നോമ്പ് ഫർളാക്കിയപ്പോൾ അള്ളാഹു പറഞ്ഞു. എന്നിട്ട് തുടർന്ന് അള്ളാഹു തആല പറഞ്ഞു, ഇത് വെറും നോമ്പ് മാത്രം അനുഷ്ഠിക്കേണ്ട സമയമല്ല, ഇവിടെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ അവതരണം നടന്ന മാസമാണ്. ഖുർആനിൻ്റെ അവതരണം ലൗഹുൽ മഹ്ഫൂദിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ഇറക്കി. പിന്നെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും 1-ാം ആകാശത്തിലേക്ക് അള്ളാഹു തആല ഇറക്കി. അവിടെ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം വഴിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗാറ ഹിറായിൽ വെച്ച് വഹീന്റെ ആരംഭം കുറിച്ചു. ഇതെല്ലാം നാം അറിയുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിലാണ് നടത്തിയത്. അതുകൊണ്ട് റമദാൻ മാസത്തിന് ഈ പ്രത്യേകമായ മഹത്വവും കൂടിയുണ്ട്. റമദാനിന് ഖുർആനുമായി ആ നിലയിലുള്ള അടുത്ത ബന്ധവുമുണ്ട്. ഖുർആനിന്റെ അവതരണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിശുദ്ധ റമദാനിലാണ് ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നു, റമദാനിൽ തന്നെ അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു രാവ്, ആ രാവാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിലാണ്, അഥവാ വലിയ മഹത്വമുള്ള രാവാണ് ഇറക്കിയത്. ഖദർ എന്ന് പറഞ്ഞാൽ മഹത്വം, പ്രാധാന്യം, സ്ഥാനം, ഉയർച്ച എന്നൊക്കെയാണ് അർത്ഥം. അപ്പം അങ്ങനെ മഹത്വമുള്ള രാവ് ഖുർആനിനെ അവതരിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല അത്രയും മഹത്വമുള്ള രാവാണ് തിരഞ്ഞെടുത്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ മഹത്വമേറിയതാണ്. 1000 മാസം ഒരു മനുഷ്യൻ ഇടതടവില്ലാതെ അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ കഴിഞ്ഞാൽ അവൻ ഏതൊരു നേട്ടം കരസ്ഥമാക്കാനും ഏത് ഉയർന്ന സ്ഥാനത്ത് അവനക്ക് എത്താനും സാധിക്കുമോ അത്രയും ഉയർന്ന സ്ഥാനത്തെക്കാൾ കൂടിയ മഹത്വത്തിലും സ്ഥാനത്തിലും എത്താൻ സാധിക്കും ഈ ലൈലത്തുൽ ഖദറിന്റെ ഒറ്റ രാവിലുള്ള ഇബാദത്തിൽ. അത്ര പ്രാധാന്യമുള്ള പുണ്യമുള്ള ഒരു രാവാണ് അല്ലാഹു തആല നമുക്ക് നൽകിയത്. ആ രാവാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്തത്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, റമദാൻ വെറും ഒരു നോമ്പിന്റെ മാസം മാത്രമാണെന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. വെറും നോമ്പിന്റെ മാസം മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത മാസം. എന്താണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ അവതരണം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഖുർആനിൽ നിന്നും എന്താണ് മനുഷ്യൻ കരസ്ഥമാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുർആനിനെ വളരെ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ നേടാൻ വേണ്ടിയാണ് ഞാൻ ഖുർആൻ അവതരിപ്പിച്ചത്. അല്ലാഹു പറഞ്ഞു, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. 2 കാര്യം. ഒന്ന്, മനുഷ്യന് അള്ളാഹുവിലേക്ക് എത്താനുള്ള, സ്വർഗത്തിലേക്ക് എത്താനുള്ള പാത, ആ വഴി ഏതാണ്? ആ വ്യക്തമായ വഴി നിർദ്ദേശിക്കുന്നതാണ് ഖുർആൻ. ഖുർആനിൽ കൂടിയാണ് ആ വഴി നിർദ്ദേശിക്കപ്പെടുന്നത്. മറ്റൊന്ന്, വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും തമ്മിൽ വേർതിരിയുന്നത്. സത്യമേതാണ് അസത്യമേതാണ് എന്ന് വേർതിരിയാൻ, അതിനെ വേർതിരിക്കാനുള്ള ഒരു മാനദണ്ഡം വിശുദ്ധ ഖുർആൻ മാത്രമാണ്, വേറൊന്നുമല്ല. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിശുദ്ധ ഖുർആനിനെ ഞാൻ അവതരിപ്പിച്ചത്. അതിന് തിരഞ്ഞെടുത്ത സമയവും ഈ വിശുദ്ധ റമളാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കും. എന്താണ് ഈ 2 കാര്യങ്ങൾ? അത് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കും.